നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ നാളുകൾ വരുന്ന ആഴ്ചയാണിത്. ജ്യോതിഷപരമായി ഈ ആഴ്ച വളരെ വിശേഷപ്പെട്ട ഒരാഴ്ച തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിരവധി ശുഭദിനങ്ങളും ഈ ആഴ്ച വരുന്നുണ്ട്. ഗ്രഹനില പ്രകാരം ഈ ആഴ്ച ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ നാളുകാർ ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ജീവിതത്തിൽ നിരവധി നേട്ടങ്ങൾ ഉണ്ടാക്കും. എല്ലാ വെല്ലുവിളികളെയും നേരിടുകയും ജീവിതത്തിൽ വിജയത്തോടെ മുന്നേറുവാൻ സാധിക്കുകയും ചെയ്യും. അടുത്ത 7 നാൾ ഭാഗ്യം കനിഞ്ഞനുഗ്രഹിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഒന്ന് ഷെയർ ചെയ്യൂ, മറ്റുള്ളവരിലേക്ക് കൂടി അറിവുകൾ എത്തട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ഓഗസ്റ്റ് മാസം ഭാഗ്യം കനിഞ്ഞ് അനുഗ്രഹിക്കുന്നതെന്ന്. അതിൽ ആദ്യത്തേത് ചിങ്ങക്കൂർ ഉൾപ്പെടുന്ന മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ്. ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ ഫലപ്രദമായിരിക്കും, ഗുണപ്രദമായിരിക്കും. ഈ ആഴ്ച നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അതേപോലെ തന്നെ കുടുംബ അംഗങ്ങളിൽ നിന്നും പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതും ലഭിക്കുന്നതും ആയിരിക്കും. ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ജോലി സ്ഥലത്ത് കാര്യങ്ങളൊക്കെ അനുകൂലമായി തന്നെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായിരിക്കും. ആസൂത്രണം ചെയ്ത ജോലികൾ സമയബന്ധിതമായി തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഭൂമി, കെട്ടിടം എന്നിവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ നിങ്ങൾക്ക് ശ്രവിക്കുവാൻ സാധിക്കുന്നതാണ്, അത് ലഭിക്കുന്നതായിരിക്കും. കോടതി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കേസ് കൂട്ടങ്ങളൊക്കെയായി ഒരുപാട് നാളായി വലഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്ന സമയം കൂടിയായിരിക്കും. സാമ്പത്തികമായി ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളിൽ ആഴ്ചയുടെ 2ാം പകുതിയിൽ ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ ലാഭം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. വിപണിയിൽ നിന്നുള്ള വിശ്വാസ്യത വർദ്ധിക്കുകയും ജോലി ചെയ്യുന്നവർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് പണം ലഭിക്കുകയും സ്ഥാനക്കയറ്റത്തിന് അവസരമുണ്ടാവുകയും ആഴ്ചയുടെ അവസാനത്തോടു കൂടി ജോലി സ്ഥലത്ത് ചില പ്രധാന ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായി നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് പദവി, അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന ഒരാഴ്ച കൂടിയാണ്. ജോലി സ്ഥലത്ത് മാത്രമല്ല കുടുംബത്തിലും നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കുകയും ദാമ്പത്യ സുഖം ലഭിക്കുകയും കുടുംബത്തിൽ തന്നെ ഒരു നിങ്ങളോട് മറ്റൊരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു മതിപ്പ് അല്ലെങ്കിൽ ആ പ്രശംസയൊക്കെ ലഭിക്കാതിരിക്കുന്നൊരിടത്തു നിന്നും അത് മാറി നിങ്ങൾ ചെയ്യുന്ന ജോലിക്കായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തക്കതായ അംഗീകാരം ലഭിക്കുകയും സാമ്പത്തികമായി ഒരു മാറ്റം തന്നെ ഉണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക്. അടുത്തത് കന്നിക്കൂറ്, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും. ഈ ആഴ്ച നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണ ലഭിക്കുന്ന ഒരാഴ്ചയാണ്. സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സഹായത്തോടെ ആസൂത്രണം ചെയ്ത ജോലികളൊക്കെ നിങ്ങൾക്ക് കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ലാഭങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ചില യാത്രകൾ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്ന യാത്രയാണ്, പക്ഷേ നിങ്ങളിലേക്ക് ആ സമ്പത്തിൻ്റെ ഒരു കുറവ് കാരണം അല്ലെങ്കിൽ ആ ചിലവ് ഒക്കെ പരിമിതമായ നിങ്ങളുടെ തുക കയ്യിൽ, ഇപ്പോൾ നമ്മൾ പറയാറില്ലേ ദൂരെ യാത്രയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അത് ബിസിനസ് സംബന്ധമായിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ അത് കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ടുള്ള യാത്രകൾ, അത് പക്ഷേ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പരാധീനതകളും ഉള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തികമായി നിങ്ങളിലേക്കൊരു മാറ്റം വരികയും സാമ്പത്തിക പുരോഗതി ഉണ്ടാവുകയും ചെയ്യുകയും നിങ്ങൾ മാറ്റി വെച്ചിരുന്ന അത് അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് കരുതി മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും. ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായ ഒരു ടീം വർക്കൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ ടീം വർക്ക് ചെയ്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഏത് കാര്യത്തിൽ നിങ്ങളിപ്പോൾ മുന്നിട്ടിറങ്ങിയാലും നല്ലൊരു ആഴ്ചയാണ്. ഈ ഓഗസ്റ്റിൻ്റെ തുടക്കവും ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് നല്ല മാറ്റമാണ് വരാൻ പോകുന്നത്. സഹോദരങ്ങളിൽ നിന്നൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അറിയാതെ ചില വാക്കുകളൊക്കെ പറഞ്ഞ് അത് പ്രശ്നങ്ങളിലേക്ക് മാറിയ സഹോദര ബന്ധങ്ങളൊക്കെ വീണ്ടും നിങ്ങൾക്ക് പഴയതുപോലെ സ്നേഹബന്ധത്തിൽ ഏർപ്പെടാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്.
നല്ല സാമ്പത്തികമായ ഒരു വളരെ മാറ്റം വരുന്ന ഒരു സമയമാണ് ഇനി 7 നാൾ നിങ്ങൾക്ക്. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുക്കൂറുകാർക്ക് ഈ ആഴ്ച ഐശ്വര്യവും ഭാഗ്യവും ലഭിക്കുന്ന സമയമാണ്. കുറച്ച് കാലമായി വളരെയേറെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന ഒരു പ്രശ്നം നിങ്ങളിൽ അലട്ടുന്നുണ്ട്. ആ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുന്ന ഒരാഴ്ചയാണ് നിങ്ങൾക്ക്. ബിസിനസ്സുകാർക്ക് വളരെ നല്ലൊരു സമയമാണ് ഈ ആഴ്ച. ബിസിനസ്സിൽ ലാഭത്തിൽ മികച്ച അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതും ആ അവസരത്തിലൂടെ ലാഭങ്ങൾ നേടാൻ കഴിയുന്ന സമയമാണ്. ഏത് ജോലി ചെയ്താലും അവിടെ ലാഭവും വിജയവുമായിരിക്കും നിങ്ങൾക്ക് ഈ ആഴ്ച കിട്ടുക. ആഴ്ചയിലുടനീളം നിങ്ങൾ ഇതുവരെ സാമ്പത്തികമായി വളരെ പരാധീനതയിൽ, ബിസിനസ്സാണ് മറ്റുള്ളവരുടെ കണ്ണിൽ അവൻ വളരെ വലിയ ഒരു ബിസിനസ്മാനാണ്, പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾ എത്രത്തോളം വിഷമതകളും ദുഃഖങ്ങളും അനുഭവിക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെ പരാധീനതകളിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന മുന്നേ ഉള്ള സമയങ്ങളിൽ, ദിവസങ്ങളിൽ നിന്നൊക്കെ മാറി ഈ ആഴ്ച വളരെ ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആഴ്ച കൂടിയായിരിക്കും ഇത്. അടുത്തത് മീനക്കൂറുകളിൽ വരുന്ന പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനക്കൂറുകാർക്ക് ഈ ആഴ്ച ഐശ്വര്യവും ഭാഗ്യവും ലഭിക്കുന്ന ആഴ്ചയാണ്. ഈ ആഴ്ച ആസൂത്രണം ചെയ്ത ജോലികൾ ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുന്ന സമയമാണ്. നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്ന എന്തോ നിങ്ങൾ ചിന്തകൾ കൊണ്ടുണ്ടാക്കുന്നതാവും, അല്ലെങ്കിൽ എന്തോ നിങ്ങളെ പിന്നോട്ട് വലിച്ചിരുന്നു, അതിൽ നിന്നൊക്കെ മാറി മുന്നോട്ട് ഏത് കാര്യത്തിനും ധൈര്യത്തോടെ കൂടി മുന്നിട്ടിറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. അതുപോലെ ഒരു വ്യക്തി ജീവിതത്തിലൊക്കെ പ്രധാന വഴിത്തിരിവുണ്ടാകുന്ന കാര്യങ്ങൾ ഒക്കെ സംഭവിക്കുന്ന ഒരാഴ്ച കൂടിയാണ് നിങ്ങൾക്ക്. നിങ്ങൾ എന്ത് ശ്രമം നടത്തിയാലും അതിനൊക്കെ ഒരു ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരാഴ്ച നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി വളരെ ശക്തമായി തന്നെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അധിക വരുമാന സ്രോതസ്സുകൾ ഉണ്ടാവുകയും ആർക്കെങ്കിലും കടം കൊടുത്ത പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോലും എഴുതി തള്ളിയ പണമൊക്കെ അപ്രതീക്ഷിതമായി തിരികെ ലഭിക്കുന്നതുമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ ചില അസുഖങ്ങളാലൊക്കെ വലയുന്നുണ്ട്. ആ അസുഖത്തിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ആഴ്ചയുടെ അവസാന ഘട്ടത്തിൽ. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കുകയും നിങ്ങളാൽ പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയും നിങ്ങളുടെ പ്രവൃത്തി മറ്റുള്ളവരിൽ പ്രശംസയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച 7 ദിവസം വളരെ നല്ലൊരു സമയമാണ്. ഉദ്ദേശിച്ച പല കാര്യങ്ങളും മാറ്റിവെച്ച് കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെ, അല്ലെങ്കിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് അനായാസം തന്നെ ഈ ആഴ്ചയിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. കാരണം നിങ്ങളിലേക്ക് സമ്പത്ത് വരികയും അസുഖത്താലൊക്കെ വലഞ്ഞവർക്ക് ആ അസുഖം ഇപ്പോൾ പോയി ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കുമ്പോൾ അസുഖം തന്നെ മാറി നിങ്ങൾക്കൊരു പുതിയ ഉണർവ്, ഒരു പുതിയ തെളിച്ചമൊക്കെ വരുന്ന ഒരു ആഴ്ചയാണ് ഇത്. ഓഗസ്റ്റിൻ്റെ ആദ്യം ഈ വരുന്ന 7 ദിവസത്തേക്ക് വളരെ നല്ലൊരു സമയമാണ്. സാമ്പത്തികമായി ഒരുപാട് വ്യതകളും ദുഃഖങ്ങളും അനുഭവിച്ചിരുന്നവർക്ക് വളരെ സന്തോഷിക്കാനുള്ള അവസരങ്ങളും സമ്പത്തും ഒക്കെ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. അപ്പോൾ ഏവർക്കും നല്ല ഒരു ആഴ്ച, ഈ നക്ഷത്രക്കാർക്ക് ഏവർക്കും നല്ലൊരാഴ്ച ഉണ്ടാവട്ടെ. എങ്കിൽ പോലും ഈ പറഞ്ഞ ഇത്രയും നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച വളരെ നല്ല സമയങ്ങളാണ്. അപ്പോൾ നമ്മൾ കഴിവതും നമ്മൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അതിനെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ട് എത്രത്തോളം നമ്മൾ ചെയ്യുന്നു അത്രത്തോളം അത് വിജയകരമാവും. അതേപോലെ നമ്മൾ പറയാറില്ലേ, താൻ പാതി ദൈവം പാതി. നമ്മൾ പകുതി ചെയ്യുക, ബാക്കി പകുതി ഭഗവാൻ നോക്കിക്കൊള്ളും. അപ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി, ശുദ്ധമായ മനസ്സോടുകൂടി, ഭക്തിയോടുകൂടി ഏതൊരു കാര്യത്തിലും ഇറങ്ങിത്തിരിക്കുക. ബാക്കി കാര്യം ഭഗവാൻ നോക്കിക്കൊള്ളും. നന്ദി.